ആലിസ് ഇൻ ബോർഡർലാൻഡിൻ്റെ സീസൺ 3 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. ഫിനാലെ സീസണാണ്, ഈ ഫൈനൽ സീസണാണ്. സ്ക്വിഡ് ഗെയിം നിർത്തി, അതേപോലെ തന്നെ ഇപ്പോൾ ആലിസ് ഇൻ ബോർഡർലാൻഡ് തീരുകയാണ്. ആൻഡ് ഇതിന് സ്ക്വിഡ് ഗെയിമായിട്ട് കുറച്ച് റിലേഷൻ തോന്നി ഇതിൻ്റെ എൻഡിങ് കണ്ടപ്പോൾ. ഏകദേശം കുറേയൊക്കെ സിമിലാരിറ്റി, പക്ഷേ രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. സ്ക്വിഡ് ഗെയിമിൻ്റെ അത്ര പോപ്പുലാരിറ്റി ഇതിന് കിട്ടിയിട്ടില്ല. എനിക്ക് പക്ഷേ പേഴ്സണലി സ്ക്വിഡ് ഗെയിമിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ളത് ആലിസ് ഇൻ ബോർഡർലാൻഡ്. ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം കുറച്ചും കൂടി അഡ്രിനാലിൻ റഷ് തരുന്ന സാധനമാണ്. മറ്റേത് കുറേ പൊളിറ്റിക്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ പക്ക ജസ്റ്റ് ആ ഒരു ഗെയിംസ്, ഒരു മറ്റേ ബാറ്റിൽ റോയൽ പോലത്തെ സാധനത്തിൽ ഉള്ളിപ്പെട്ട എങ്ങനെയായിരിക്കും അതിൽ നിന്ന് അവർക്ക് പുറത്തിറങ്ങുക എന്നുള്ളൊരു സംഭവമാണ്. സോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഗെയിംസ് ഉള്ള ഒരു സീരീസാണ് ഈ ആലിസ് ഇൻ ബോർഡർലാൻഡ്. അതിൻ്റെ സീസൺ 3 ഒട്ടും മോശമല്ല. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് എൻഗേജിങ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസ് ഉണ്ട്. പക്ഷേ അതിനിടയിൽ ഇമോഷണൽ കണക്ഷൻ വെച്ച് പ്രോപ്പറായിട്ട് ഇവർ എൻഡ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കുറേ സമയത്തൊക്കെ നമുക്ക് ഇപ്പോൾ ഇതിൽ ആരിസും ദെൻ ഉസുഗി എന്നീ 2 ക്യാരക്ടേഴ്സ് അവർ തിരിച്ചിതിലേക്ക് വരുന്നു. ശരിക്കും സ്ക്വിഡ് ഗെയിം പോലെ തന്നെ ഉണ്ടാവും. പല സാധനങ്ങൾ കാണുമ്പോൾ അവർ അതിനൊക്കെ വരുന്നു, അതിനകത്ത് പുറത്തുനിന്ന് പിന്നെ അവർക്ക് പുറത്തിറക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ ഒരു ഗെയിം ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ്. സോ പല സമയത്തും ഇവർക്കൊന്നും പറ്റല്ലേ എന്നുള്ള ഒരു തോട്ടുമില്ല, അത് നമുക്ക് വരുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ കണക്ഷൻ വരുത്താൻ അവർക്ക് പറ്റി. പക്ഷേ ഇവരുടെ കൂടെ വന്നിട്ടുള്ള മറ്റ് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ പുതിയതാണ്. ഒന്നാമത് നമ്മളവരെ കണ്ടിട്ടില്ല, കഴിഞ്ഞ 2 സീസണുകളിൽ കണ്ട ക്യാരക്ടേഴ്സ് അല്ല. അവരിൽ ഒട്ടുമിക്ക ആൾക്കാരും തീർന്നത്. സ്പോയിലറാണ്, സീസൺ 3 കാണുന്നവർക്കറിയാം. ഇവർ 2 മാത്രമേ ബാക്കിയുള്ളൂ. സോ ഇവരും പ്ലസ് ഇതിനു മുമ്പ് ഇതുപോലെ ജയിച്ചിട്ടുള്ള മറ്റു കുറേ പേരും കൂടിയാണ് വരുന്നത്. സോ അവരുടെ ഇമോഷൻസ് ബാക്കി ഇവർ ഈ 2 അരിസു ഉസുകയും കൂടാതെയുള്ള മറ്റവരുടെ ഇമോഷൻസും അത്ര വലുതായിട്ടൊന്നും ക്യാപ്ചർ ചെയ്യാനവർക്ക് പറ്റിയിട്ടില്ല. പക്ഷേ അതിലേക്കാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതും. സോ ഒരു മിക്സ്ഡ് ബാഗാണെന്ന് പറയാം. ഒരു കുഴപ്പമില്ലാതെ പോയി. ചില ഗെയിംസൊക്കെ ഒരു സോംബി കാർഡ് ഗെയിം ഉണ്ട്, മറ്റേ ചീട്ട് കളിക്കുന്ന ഒരു പരിപാടി. ദെൻ അവസാനത്തൊരു ഗെയിമുണ്ട്. അങ്ങനത്തെ ഒരു 2-3 ഗെയിമൊക്കെ കുറച്ച് വലിപ്പിക്കുന്ന പോലെ തോന്നും. നമുക്കൊരു മണിക്കൂറൊക്കെ ഉണ്ട് ആ ഒരു ഗെയിം. മൊത്തം 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് ഒരു ഗെയിം. അത് അത്ര ടൈം എടുക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു 40 മിനിറ്റിലേക്ക് നിർത്തേണ്ട സാധനങ്ങളുള്ളൂ. സോ അതിൻ്റെ ഇടയിൽ ഈ ഗെയിമിനേക്കാൾ കൂടുതൽ ഇവരുടെ ഇമോഷൻസാണ് കൂടുതൽ ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളത്. സോ അങ്ങനത്തെ ഒരു വിഷയം എനിക്ക് ഫീൽ ചെയ്തു. കുറച്ചൊന്ന് വലിപ്പിച്ച പോലെ, അത്ര വേണ്ടിയിരുന്നില്ല. ആകെ 6 എപ്പിസോഡുള്ളൂ, അതും ചുരുക്കിയ പിന്നെ എന്തുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ കുറച്ച് ലെങ്തായി വന്നു. പിന്നെ ഈ അവസാനത്തെ ഒരു ക്ലൈമാക്സ് പോർഷൻ ഉണ്ട്, ഒരുപാട് വലിയ VFX ഒക്കെ ഒരു യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ മെയിൻലി എനിക്ക് തോന്നുന്നത് ഇത് കംപ്ലീറ്റ്ലി മറ്റേ ഈ മാൻഡലോറിയനൊക്കെ ഷൂട്ട് ചെയ്യില്ല, ആ ഒരു റിഗ് വെച്ചിട്ട് ഒരു സ്റ്റുഡിയോസിനകത്ത് മൊത്തത്തിൽ ഇവർ മേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പക്ക ഒരു സ്റ്റുഡിയോ. ഐ തിങ്ക് എന്തോ ഒരു വിർച്വൽ റിയാലിറ്റിയാണ് ആ സംഭവം. സോ മേക്കിംഗ് വൈസ് കുഴപ്പമില്ല. പക്ഷേ അവസാനത്തെ ഒരു ക്ലൈമാക്സ് പോർഷനൊക്കെ എത്തുമ്പോൾ സമയത്ത് കുറച്ച് ഓവറായിട്ട് VFX ആയോ എന്നൊക്കെ നമുക്ക് പല സമയത്ത് തോന്നുന്നു. പക്ഷേ ആ ഒരു എൻഡിങ് അവർ അത്രയും ഗ്രാൻഡിയർ ആയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അത് അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിന് സോഴ്സ് മെറ്റീരിയൽ ഇല്ല. സോഴ്സ് മെറ്റീരിയൽ തീരുന്നു. ആദ്യത്തെ 2 സീസണോട് അവരുടെ ആ ഒരു മാങ്ക തീർന്നു. അത് കഴിഞ്ഞിട്ട് സോഴ്സ് മെറ്റീരിയലിൻ്റെ അപ്പുറത്തേക്കാണ് ഇവർ കടന്നിട്ടുള്ളത്, മറ്റേ നമ്മുടെ ഈ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ചെയ്തുകൊണ്ട്. സോ ഇവർ കയ്യിൽ നിന്നിട്ട് ചെയ്ത കുറേ സാധനങ്ങളാണ്. പക്ഷേ എൻഡിങ്ങിൽ പക്ക സ്ക്വിഡ് ഗെയിം. അതായത് നമ്മൾ സ്ക്വിഡ് ഗെയിം എങ്ങനെയാണ് നിർത്തിയത്, ഇവിടത്തെ കഴിഞ്ഞു, ഇനി അടുത്ത കുറേ സ്ക്വിഡ് ഗെയിം അല്ലെങ്കിൽ സ്ക്വിഡ് ഗെയിം യൂസ് വരാണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ആലിസ് ഇൻ ബോർഡർലാൻഡ് ജപ്പാനിൽ തീർന്നു, ഇനി വേറെ സ്ഥലത്ത് നടക്കും. ഇതിപ്പോൾ വേൾഡിൽ പല സമയത്തും ഒറ്റ സമയത്ത് ഈ എർത്തക്കേക്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് അങ്ങടേക്ക് കിടന്നത്, അതേപോലെ തന്നെ കുറേ പേര് ഇതുപോലേക്ക് ഈ ഒരു സംഭവത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട്. പോരാത്തതിന് ഈ ഒരു വേൾഡിൻ്റെ എക്സ്പ്ലനേഷൻ, അതായത് എവിടെയാണ് ഇവർ പെട്ടിട്ടുള്ളത്, ഒരു പാരലൽ വേൾഡിലുള്ള സെറ്റപ്പാണ്, ഇത് ആരാണ് കൺട്രോൾ ചെയ്യണത്, ആരാണ് ശരിക്കും ഈ ജോക്കർ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പരിധി വരെയുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇത് കൊടുത്തിട്ടുണ്ട്. എങ്കിലും കുറേ സാധനങ്ങൾക്ക് അവിടെയൊക്കെ ബാക്കിയുണ്ട്. സോ അത് മൊത്തത്തിൽ ഈ ഒരു ഗെയിംസ് ആരൊക്കെയാണ് കൺട്രോൾ ചെയ്യണം, അതിന് പുറകിൽ ഇപ്പോൾ സ്ക്വിഡ് ഗെയിമിലൊക്കെ നമുക്ക് അറിയാം ആരൊക്കെയാണ് ഇതിന് പുറകിലുള്ളതെന്ന്. പക്ഷേ അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഇവർ കടന്നിട്ടില്ല. ഇനി സോഴ്സ് മെറ്റീരിയൽ അത് ഇല്ലേ എന്ന് പോലും അറിയില്ല, കാരണം അത്ര വലിയ ക്ലൂവും കാര്യങ്ങളൊന്നും ഇതിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. സോ അതും ഒരുപക്ഷെ ഇനി വരാതിരിക്കുന്ന സ്പിൻ ഓഫുകളിലോ സീരീസുകളിലൊക്കെ തന്നെ ആയിരിക്കും കാണിക്കും. ഇതിൻ്റെ ഒരു സീക്വൽ വരാൻ ചാൻസ് ഇല്ല, അത് ഒട്ടുമിക്കതും തീർന്നു, അത് കൺഫേം ആണ്. പക്ഷേ ഇതേപോലെ സ്പിൻ ഓഫുകൾ വരും. ഗെയിമിൻ്റെ പോലെ തന്നെ ആലിസ് ഇൻ ബോർഡർലാൻഡിലും സ്പിൻ ഓഫുകൾ വരാൻ ചാൻസ് ഉണ്ട്. സോ ഒരു കുഴപ്പമില്ലാത്തൊരു എൻഡിങ്. എനിക്ക് ഈ ക്യാരക്ടേഴ്സിനോട് ഇമോഷൻ പ്രോപ്പറായിട്ട് കണക്റ്റായി. ഇവർ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പായി. ആദ്യം ഒരു ഗേൾ ഫ്രണ്ട് ആൻഡ് ബോയ് ഫ്രണ്ട് ആയിരുന്നു, പിന്നെ അവർ കണ്ടുമുട്ടുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ട്. ഒരു ട്രെയിനിൽ ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയം ഇതൊരു സ്ലോ മോഷൻ സാധനമാണ്. അപ്പോൾ ഇവരിപ്പോൾ കാണുമെന്ന് പറയുമ്പോൾ നമുക്കൊരു തോന്നില്ല. ആ ഒരു സംഭവം ഇവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് പല സമയത്തും. ഒരു ട്രെയിനിലെ ഗെയിമൊക്കെ അടിപൊളിയായിരുന്നു. ദെൻ ഫസ്റ്റ് ഒരു ഗെയിമുണ്ട്, ഒരു ജപ്പാനീസ് ട്രെയിനിൽ ഒരു പെട്ടിട്ട് അവിടെ നിന്നുള്ളൊരു ഗെയിമുണ്ട് ഫസ്റ്റ് വൺ, അത് അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു എക്സിക്യൂഷനും അത് കുറച്ച് നേരമുള്ളൂ, പക്ഷേ പടപടാ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ആ ട്രെയിനിലെ ഗെയിമും അടിപൊളിയായിരുന്നു. ഇതുപോലെ 2-3 ഗെയിംസൊക്കെ നല്ലതായിരുന്നെങ്കിലും ബാക്കി 2-3 ഒക്കെ
ഒരു ടവറിൽ കയറുന്ന സാധനമൊക്കെ ഉണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ ജോക്കറിൻ്റെ ഗെയിം അങ്ങനെ എന്തോ കുറേ ഇങ്ങനത്തെ ലെങ്ത് എടുത്ത് ചെയ്തിട്ടുള്ള കുറച്ച് ഗെയിംസ്, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റിംഗ് ആയിട്ടില്ല, എന്നാൽ ചിലത് എക്സൈറ്റിംഗ്, ഇങ്ങനെ ഒരു മിക്സ്ഡ് ബാഗാണ് എനിക്ക് തോന്നിയത്. സോ ഒരു ഓവറോൾ ഒരു കുഴപ്പമില്ലാത്ത നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഡീസൻ്റ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ എൻഡിങ്. പക്ഷേ സ്റ്റിൽ ഇതുവരെ ഈ സീരീസ് കാണാത്തവർ വേണ്ടി ഇതിൽ ഫസ്റ്റ് 2 സീസൺ കിഡിലാണ്. കിഡിലെന്ന് പറഞ്ഞാൽ സീറ്റഡ് സാധനമാണ്. സെക്കൻഡ് സീസൺ ഫസ്റ്റ് സീസണൊക്കെ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. അതിൻ്റെ ഒരു കംപ്ലീറ്റ് എൻഡിങ് മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ അതേപോലെ ഇൻറ്റൻസിറ്റി ഇതിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ക്വിഡ് ഗെയിം കണ്ടിഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കണ്ടു നോക്കണം. സ്ക്വിഡ് ഗെയിം പോലെയല്ല, ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ്. കുറച്ചും കൂടി മറ്റേ ആക്ഷൻ പാക്ഡ് ആൻഡ് അഡ്രിനാലിൻ റഷ് തരുന്ന റേറ്റാണ്. ഇതുവരെയും കാണാത്ത കുറേ പേരുണ്ടെന്ന് അറിയാം. ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സാധനം തന്നെയാണ് ആലിസ് ഇൻ ബോർഡർലാൻഡ്. സോ നെറ്റ്ഫ്ലിക്സിലുണ്ട് 6 എപ്പിസോഡുകൾ. അവസാനത്തെ ഫിനാലേക്ക് ഒരു 1.5 മണിക്കൂർ വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ 1 മണിക്കൂർ വെച്ചിട്ടായിരുന്നു ഓരോ എപ്പിസോഡ്. ഞാൻ ഇംഗ്ലീഷ് ഡബ്ബാണ് കണ്ടത്. ഞാൻ ഫസ്റ്റ് മുതലേ ഡബ്ബ് തന്നെയാണ് കണ്ടത്. കാരണം ഇതിന് മാത്രം എനിക്ക് ആ ക്യാരക്ടേഴ്സിന് വോയിസ് ആക്ടിങ് ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ഓൾറെഡി ആലിസ് ഇൻ ബോർഡർലാൻഡ് സീസൺ 3 കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതെ.